എല്ലാവർക്കും നമസ്കാരം. സ്റ്റീവൻസ് മോമിൻ്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണങ്കായ കുറുക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കണ്ണങ്കായ ഒരു പടല എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ നന്നാക്കി ഉണക്കി പൊടിച്ചെടുക്കണമെന്ന്. എന്നിട്ട് നമുക്ക് കുറുക്കുണ്ടാക്കണം കാണാം. 6 മാസം കഴിഞ്ഞപ്പോൾ സ്റ്റീവിന് കുറുക്ക് കൊടുക്കണ സമയമായി കഴിഞ്ഞു. ഒരു തവണ ഞാൻ ഉണ്ടാക്കിയതാണ് കണ്ണങ്കായ. വേറൊരു സ്ഥലത്തു നിന്നാണ് നമുക്ക് അന്ന് കായ ഇട്ടത്. വീട്ടിൽ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കായ വറക്കാൻ കയറുക ഞാൻ. നമ്മൾ വീട്ടിൽ നിന്ന് പറിച്ചെടുത്ത കണ്ണങ്കായയാണിത്. ഇത്രയും നമുക്ക് ആദ്യം തൊലി കളഞ്ഞിട്ട് അരിഞ്ഞ് ഉണക്കാൻ വയ്ക്കാം. അപ്പോൾ കായ നമ്മൾ ചെയ്യണതിന് മുമ്പ് കുറച്ച് എണ്ണ തൂത്തിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കയ്യിൽ കറ പിടിക്കും. അപ്പോൾ എണ്ണ തൂത്തിട്ട് കായയുടെ തൊണ്ട് കളഞ്ഞാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കായയുടെ പടലയിൽ നിന്ന് നമുക്ക് ഈ കായ വിടിയിച്ചെടുക്കാം. അപ്പം നമ്മൾ കയ്യിൽ എണ്ണ തേച്ചതിന് ശേഷം ഇതിൻ്റെ തൊലി പീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് ആദ്യം 2 സൈഡിലും കട്ട് ചെയ്ത് കളയാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ കാണുന്ന ഈ തിക്കായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒന്ന് നൈഫ് വെച്ച് വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് കളയാൻ എളുപ്പമുണ്ട്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഇതൊരു ചെറിയൊരു എളുപ്പമുള്ള ടിപ്പാന്ന് മാത്രം. അപ്പം നമ്മൾ ആ വരഞ്ഞു കൊടുത്തുനിന്ന് നമുക്ക് ഇത് വെടിയിച്ചെടുക്കാൻ എളുപ്പമുണ്ടാവും. ഇങ്ങനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ വരഞ്ഞു കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ പീൽ ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു ബേസിനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ബേസിനിൽ ആദ്യം പഴം ഇട്ട് വയ്ക്കാം. അത് കഴിഞ്ഞ് എല്ലാം പീൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞ് മുറത്തിലേക്ക് വയ്ക്കാം. നമുക്ക് ആദ്യം അപ്പോൾ ഇതെങ്ങനെ അരിയണേന്നൊന്ന് നോക്കാം. ഞാൻ കുറച്ച് ആദ്യം ചെയ്യാം. എടുത്തിട്ട് നല്ല തിന്നായിട്ട്, മാക്സിമം തിന്നായിട്ട് അരിയാൻ ശ്രമിക്കുക. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങും. തിക്കായി കഴിഞ്ഞാൽ ഉണങ്ങാൻ കൂടുതൽ ടൈം എടുക്കും, അതാണ് കുഴപ്പം. അപ്പോൾ നല്ല തിന്നായിട്ട് അരിയാൻ ശ്രമിച്ചാൽ മതി. അപ്പം ഞാൻ അരിഞ്ഞിടുന്നത് ഒരു തുണിയിലേക്കാണ്. ഒരു മുറത്തിൽ പേപ്പർ വിരിച്ച് അതിൻ്റെ പുറത്ത് ഞാൻ തുണി വെച്ചേക്കാണ്. കാരണം പേപ്പറിൽ ഡയറക്റ്റ് ഇടരുത്, കാർബൺ ഉള്ള കാരണം. ഒരു തുണിയിലോ അല്ലെങ്കിൽ നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ മുറമാണ് ഉപയോഗിക്കണമെങ്കിൽ അതിൽ ഡയറക്റ്റ് ഇട്ടോ. അല്ല സാധാ മുറ ആണെങ്കിൽ ഒരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു നല്ല കഴുകി വൃത്തിയാക്കിയൊരു തുണി വിരിച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. കായ അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം മുറത്തിൽ വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ തുണി വെച്ചിട്ട് വിരിച്ചിട്ടേക്കാണ്. ഒന്നുകൂടി നിരത്താനുണ്ട്. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരാത്ത രീതിയിൽ നന്നായിട്ട് നിരത്തി 2 ദിവസം എങ്കിലും വേണ്ടി വരും ഒന്ന് ഉണങ്ങിയെടുക്കാൻ. അതിൽ കൂടിയെന്ന് വെച്ചാൽ കുഴപ്പമില്ല. വെയിലുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും. ഇല്ലെങ്കിൽ ഒരു 3-4 ദിവസം കൊണ്ട് ഉണക്കിയെടുക്കാം. അപ്പം നമ്മൾ കണ്ണങ്കായ ഉണക്കിയെടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ കാണുന്നത്. ശരിക്കും 2 ദിവസം മതി എന്നാണ് പറയുക. പക്ഷേ ഇത് മഴ ഉണ്ടായിരുന്നതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ 3-ാമത്തെ ഒരു ദിവസം കൂടി വെയിൽ കാണിച്ചിട്ട് എടുത്തതാണ്. ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഒടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെന്നാണ്. എന്തായാലും 2 ദിവസം മുഴുവൻ വെയിൽ കിട്ടുകയാണെങ്കിൽ 2 ദിവസം മതി. ഞാൻ മൊത്തം ഒന്നും പൊടിക്കണില്ല, കുറച്ച് പൊടിക്കുകയും കുറച്ച് അങ്ങനെ തന്നെ ഒരു ടിന്നിലാക്കി വെക്കുകയാണ്. കാരണം മുഴുവൻ പൊടിച്ച് വെച്ചാൽ ചിലപ്പോൾ ചീത്തയായി പോവും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ കായ വേണമെങ്കിൽ വെയിലത്ത് കാണിക്കുകയാണെങ്കിൽ വെയിലത്ത് കാണിച്ച് തിരിച്ചെടുത്ത് വയ്ക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ നാൾ ഇരിക്കും. അതുകൊണ്ട് കുറച്ച് കായായിട്ട് തന്നെ വെക്കുകയാണ്. ബാക്കി ഞാൻ പൊടിക്കാൻ പോവാണ്. ഉണക്കി വെച്ച കായ അപ്പം നമുക്ക് സാധാ മിക്സിയിൽ, നമ്മുടെ വീട്ടിലുള്ള മിക്സിയിൽ തന്നെ പൊടിച്ചെടുക്കാം. വലിയ ജാറിൽ, കാരണം കായ കുറച്ച് വലുപ്പം കൂടുതലായതുകൊണ്ട് ചെറിയ ജാറിലിട്ട് പൊടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പല തവണയായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ എളുപ്പത്തിന് നമുക്ക് ആദ്യം വലിയ ജാറിലിട്ടിട്ട് ഒരു തവണ അത് പൊടിച്ചെടുക്കാം.
അപ്പോൾ ഇതെന്തോരം പൊടിഞ്ഞു എന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ 2 ബ്ലേഡുള്ള ജാറാണെങ്കിൽ തന്നെയും ഇത്ര നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വലിയ ജാറിൽ പൊടിച്ചത് ഞാൻ ഇനി ഒന്ന് അരിക്കാൻ പോവുകയാണ്. കാരണം നന്നായിട്ട് നൈസായിട്ട് നമുക്ക് കിട്ടില്ല വലിയ ജാറിൽ പൊടിക്കുമ്പോൾ. അപ്പോൾ ഒന്ന് അരിച്ച് ആ പൊടി പിന്നെ ഒന്നും നമ്മൾ ചെയ്യേണ്ടല്ല. അരിച്ചെടുത്ത പൊടി ഞാൻ ഇപ്പോൾ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നന്നായിട്ട് കഴുകി തുടച്ച് ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക് ആ പൊടി എടുക്കുകയാണ്. പിന്നെയുള്ള തരി, അരിപ്പിലുള്ള തരി നമുക്ക് ചെറിയ ജാറിലിട്ടിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. തരി നന്നായിട്ട് കളയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുറുക്കുണ്ടാക്കുമ്പോൾ കട്ട പോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് നൈസായിട്ട് പൊടിക്കണമെന്ന് പറയണേ. അതുകൊണ്ട് ആദ്യമായിട്ടൊക്കെ കൊടുക്കണതാണ് നമ്മൾ കണ്ണങ്കായ കുറുക്ക്. അപ്പോൾ തരി ഉണ്ടാവാതെ നന്നായിട്ട് അരിച്ചെടുക്കുക. നമ്മൾ അരിച്ചെടുത്ത് വന്ന തരിയാണിത്. അത് ഞാനിട്ട് ഒന്നും കൂടി ഈ ചെറിയ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് എടുക്കും. തരിയൊക്കെ അടിച്ച് നമ്മൾ വീണ്ടും എടുത്തപ്പോൾ ഫൈനായിട്ടുള്ള ഈ പൗഡർ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഒന്നും കൂടി അരിക്കുന്നുണ്ട്. അരിച്ചെടുത്തതിന് ശേഷമാണ് കുറുക്കുണ്ടാക്കണം. കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ പൊടിയാണ് ഞാൻ എടുക്കണത്. ഫസ്റ്റായിട്ട് കൊടുക്കണമുണ്ട്. അപ്പോൾ 2 സ്പൂൺ കുറുക്കിന് ആവശ്യത്തിന് വെള്ളം, കുറച്ച് കൂടുതൽ വെള്ളം എടുത്തു. കാരണം നമ്മൾ കുറുക്കിയെടുക്കുമ്പോൾ വെള്ളം കുറയും. അപ്പോൾ 2 സ്പൂൺ പൊടിയും 1 ഗ്ലാസ്സിൽ താഴെ വെള്ളം എടുത്ത് കുറുക്കിയെടുക്കണം. നന്നായിട്ട് വേവിക്കണം. ഒരു 5 മിനിറ്റിനടുത്ത് നന്നായിട്ട് വേവിച്ചിട്ട് വേണം കുഞ്ഞിന് കൊടുക്കാൻ. സ്റ്റേവിനത് കൊടുക്കാം. ഫീഡിങ് ചെയറിൽ ഞാൻ ഇരുത്തുന്ന ഒരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേബി ലെഡ് വീനിങ് ഞാൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 6 മന്തും 7th മന്തും ഞാൻ കുറുക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടേ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. 7th മന്ത് ആയിട്ടാണ് ഞാൻ ബേബി ലെഡ് വീനിങ് ട്രൈ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ കുറുക്ക് തന്നെയാണ് കൊടുക്കുന്നത്. എന്തായാലും ആൾക്ക് ചെയർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര കംഫർട്ടബിളാണ്. എനിക്കും എളുപ്പമുണ്ട്. കാരണം കൊച്ചിൻ്റെ എടുത്ത പടിയിൽ വെച്ച് കൊടുക്കുന്നത് പാടാണ്. അവർക്ക് ഫുഡ് നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ പാടാണ്. ഇത് ചെയർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മാക്സിമം നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഫുഡ് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. സ്റ്റേ ട്യൂൺഡ്.